സുധി ലഞ്ച് കഴിച്ചില്ലേ? ഇല്ല. എന്താ ഉപവാസത്തിലാണോ? എനിക്ക് അർച്ചനയോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. സുധി പറയൂ, ഞാൻ കേൾക്കാം. അർച്ചന തമാശ വിട്. എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു സീരിയസ് മാറ്ററാണ്. അതിവിടെ വെച്ച് പറഞ്ഞു തീർക്കാനുള്ളതല്ല. പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുധിയിലിപ്പോ ഞാനൊരു മാറ്റം കാണുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് പേടിയാ തോന്നുന്നത്. സുധി തന്ന ആത്മവിശ്വാസത്തിലാ ഞാനിവിടെ സമാധാനത്തോടെ നിൽക്കുന്നത്. അർച്ചനയുടെ സമാധാനത്തിന് ഞാനായിട്ട് ഒരു തടസ്സവും വരത്തില്ല. പക്ഷേ എനിക്ക് അർച്ചനയോട് സംസാരിച്ചേ തീരൂ. അതെന്താണെന്ന് അറിയാനുള്ള താല്പര്യമെങ്കിലും അർച്ചന കാണിക്കണം. നമുക്ക് മാത്രമായി സംസാരിക്കാൻ ഒരു മാറ്ററും ഇല്ല സുധി. എന്തേലും പറയാനുണ്ടെങ്കിൽ സുധി അത് ഇവിടെ വെച്ച് പറയണം. എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അർച്ചനയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അർച്ചനയ്ക്ക് കഴിയില്ല. വൈകിട്ട് അർച്ചന ബീച്ചിൽ വരണം. എൻ്റെ കൂടെ അർച്ചന വരണമെന്നില്ല. 5:30 മണിയാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ബീച്ചിൽ വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്കൊന്നും സുധീനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വരാനും പോകുന്നില്ല. അർച്ചനയോട് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് അതെന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടല്ല, മറിച്ച് അർച്ചനയെ സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. അർച്ചനയെ മാത്രം. അതെന്താണെന്നറിയാൻ അർച്ചന ഒരു വട്ടം അവിടെ വന്നേ തീരൂ. ഇനിയും അർച്ചന അതിൽ എതിർപ്പ് പറയരുത്. ശരി, ഒരു തവണ ഞാൻ വരാം. പക്ഷേ വീണ്ടും സുധി എന്നെ അതിന് നിർബന്ധിക്കരുത്. എന്താ അർച്ചന, സുധി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്? ഒന്നുമില്ല മാഡം. ഞാനത്ര മണ്ടിയൊന്നുമല്ല. ബാങ്കിൽ വെച്ച് നിങ്ങൾ തമ്മിലുള്ള സംസാരം വളരെ കുറവാണ്. പക്ഷേ പുറത്തു വെച്ച് നിങ്ങൾ സംസാരിച്ച് നിൽക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ചോദിക്കാനിരുന്നതാ. അല്ല, ഞങ്ങൾ തമ്മിൽ വേറെ എന്ത് സംസാരിക്കാന്? അതെനിക്കെങ്ങനെ അറിയാം? സംസാരിക്കുന്നവർക്കല്ലേ അറിയൂ. താൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നു? ഉച്ച സമയത്താണോ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ വെറുതെ ഇരുന്നപ്പോ ഇങ്ങോട്ട് വന്നതാ. ഫൈസി ഊണ് കഴിക്കാൻ വരില്ലെന്ന് കരുതി കറിയൊന്നും ഉണ്ടാക്കിയില്ല. വരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ? ഇനിയിപ്പോ തൈരും അച്ചാറും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് മതി. പിന്നെ സുധി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഫൈസയുടെ സംശയമാണോ അതോ? എന്ത് സംശയം? എല്ലാം വെട്ടിത്തുറന്ന് തന്നെ എന്നോട് ചോദിച്ചു. അർച്ചനയെ ആലീസായി മൂന്നാറിൽ കൊണ്ട് നിർത്തിയത് വരെ അവനിപ്പോ അറിയാം. ആരാ ഫൈസി ഇതൊക്കെ സുധിയോട് പറഞ്ഞത്? പറ്റിയത് ജെയിംസ് തന്നെ. അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഈ വിവരങ്ങളൊന്നും അവൻ അറിയില്ലായിരുന്നു. പക്ഷെ ആലീസിന്റെ വിവരം ജെയിംസിന് അറിയില്ലല്ലോ. പിന്നെതെങ്ങനെ സുധി അറിഞ്ഞു? അതറിയാൻ ഒരു വഴിയേ ഉള്ളൂ, സുധിയുടെ അമ്മ. കുഞ്ഞിന്റെ കാര്യം അവൻ അമ്മയോട് പറഞ്ഞു കാണും. അവൻ സത്യം മനസ്സിലാക്കിയപ്പോ ഇനി ഒന്നും ഒളിക്കണ്ടെന്ന് കരുതി അതും കൂടി അവർ പറഞ്ഞിട്ടുണ്ടാവും. സുധി ഇതൊന്നും നിരഞ്ജനയോട് പറഞ്ഞിട്ടില്ല. എങ്കിൽ ആ നിമിഷം അവളതെന്നെ അറിയിച്ചേനെ. അവനിപ്പോഴും അത് അവളിൽ നിന്ന് ഒളിച്ചു വെക്കാനുള്ള കാരണം അർച്ചന തന്നെയാ. ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ഈ അവസ്ഥയിൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കും ഫൈസി? മനസ്സുകൊണ്ട് അർച്ചനയുടെ ഭാഗം പിടിക്കാനേ ഫൈസിക്ക് കഴിയൂന്ന് എനിക്കറിയാം. പക്ഷെ നിരഞ്ജനെ കൈവിടാൻ നമുക്ക് കഴിയില്ലല്ലോ. അർച്ചന പിണങ്ങിയാലും നമ്മൾ അവളെ ചതിച്ചെന്ന് പറഞ്ഞാലും നിരഞ്ജനയുടെ ഭാഗം വിട്ട് നമുക്കൊന്നിനും കഴിയില്ല. എന്നാ ഫൈസി വാ, ഊണ് കഴിക്കാം. കുടുംബത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഈ ജീവിതം അർച്ചന ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അമ്പിളിയുടെ പഠിപ്പ് അർച്ചന സ്വയം ഏറ്റെടുത്തതാ. പറഞ്ഞു കേട്ടിട്ട് അർച്ചനയോട് കുറച്ച് മനസ്സലിവുള്ളതും ആ കുട്ടിക്കാ. അവളുടെ പഠിപ്പിന് വേണ്ട സഹായം അർച്ചന ചെയ്തു കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അർച്ചനയുടെ ചിറ്റപ്പം നോക്കട്ടെ.
ഞാനതിന് തയ്യാറായ എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും. മകൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ചിറ്റപ്പൻ കാൽ കാശും മുടക്കില്ല. സ്വന്തം സുഖത്തിലും താല്പര്യത്തിലും കവിഞ്ഞ് ചിറ്റപ്പന് മറ്റൊന്നുമില്ല. ചുരുക്കി പറഞ്ഞ അയാളുടെ രേവതിയുടെ ആട്ടും തുപ്പും സഹിക്കുകയും വേണം, അർച്ചനയെ കൊണ്ട് കാര്യം സാധിക്കുകയും വേണം. അർച്ചന വെറും മണ്ടി എന്നാണ് അച്ഛനും മോളും ധരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നതും അതാ. എനിക്കതറിയാം മാഡം. അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ അപമാനം വേറെ എന്തുണ്ട്? ഈ കുത്തുവാക്കും പരിഹാസവും സഹിക്കേണ്ട കാര്യമൊന്നും അർച്ചനയ്ക്കില്ല. അർച്ചനയുടെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരോട് ചെയ്യേണ്ടത് അതാ. അവരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് കാര്യമാക്കാതിരുന്നാ പോരെ. കുഞ്ഞമ്മ അമ്പിളി ഓർത്ത എതിർത്തൊരു വാക്കും ഇന്നുവരെ ഞാൻ പറയാത്തത്. ഒരു യോഗ്യതയില്ലാത്ത ആ അച്ഛന്റെ മോളുടെയും പരുഷമായ വാക്കുകൾ അർച്ചന ഇനിയും കേട്ടു നിൽക്കരുത്. അവർക്ക് എന്തും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ അർച്ചന. അതവരെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. മാഡം പറയുന്നത് ശരിയാ. കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. രേവതിയെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ അവക്കിപ്പോ വീട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ പഠിച്ചു വളരുന്നതേ പെൺകുട്ടികൾ അന്യ വീട്ടിൽ ചെന്നും കാണിക്കൂ. ഇനി ഞാൻ പറയുന്നത് അർച്ചന അനുസരിക്കണം. അർച്ചനയെ നോവിച്ചുകൊണ്ട് ആരെന്തു പറഞ്ഞാലും അതിന് തക്ക മറുപടി കൊടുക്കണം. ആരുടെ മുന്നിലും ചവിട്ടാൻ വേണ്ടി ശിരസ് താഴ്ത്തി കൊടുക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ വീട്ടിൽ നിൽക്കാൻ പ്രയാസമാണെങ്കിൽ അർച്ചന എന്റെ കൂടെ വാ. നമുക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാം. ഹോസ്റ്റലിൽ താമസിച്ച് ഞാനും മടുത്തു. ഇപ്പൊ ഒരു താമസം മാറ്റം ശരിയാവില്ല മാഡം. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് അർച്ചനയ്ക്ക് തീരുമാനിക്കാം. പിന്നെ ഇന്നിനി എന്താ അർച്ചനയുടെ പ്രോഗ്രാം? എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് സുധിയെ ഒന്ന് കാണണം. എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. എന്തോ സീരിയസ് മാറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ദിവസമായി സുധി ഇത് പറയാൻ തുടങ്ങിയിട്ട്. എങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എവിടെയാണെന്ന് വെച്ച് പറ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട മാഡം, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. മാഡം ചെല്ല, പർച്ചേസ് മുടക്കണ്ട. എന്നാ ശരി. പിന്നെ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അത് വേണ്ട. പ്രൊഡ്യൂസർ വരുന്നു, പ്രൊഡ്യൂസർ. ഇതിപ്പോ ശരിയായിട്ടില്ല. ഇവനെ നമുക്ക് ഒരുക്കി അടിച്ച് പണിക്കുറ്റം തീർത്ത് കൊടുക്കണം. ഞാനൊരു ട്യൂൺ പാടാം. എല്ലാം ഇങ്ങനെ ഇട്ട് തരികയാണ് കുട്ടി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം, ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. വൈദ്യം കൽപ്പിച്ചതും ഡയറക്ടർ ഉദ്ദേശിച്ചതും ഒന്നും എന്നെ ചാടും. തന്നെ ഒന്ന് കാണാൻ വിളിച്ചിട്ട് ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. കുടുംബമായിട്ട് വേളാങ്കണ്ണി വരെ ഒന്ന് പോയതാ സാറേ. വീട്ടിൽ വന്ന് കയറിയപ്പോഴാ സാറിന്റെ കോള്. ജെയിംസ് ഇപ്പോൾ നല്ല സെറ്റപ്പിലാണല്ലോ. ഇത് സ്വന്തം വണ്ടിയാണോ? അതെ സർ. കുറച്ചു കാലമായി ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാ അതൊന്ന് ഒത്തുവന്നത്. ഇതിനൊരു 10-14 ലക്ഷം രൂപ കൊടുത്തു കാണും അല്ലേ ജെയിംസ്? വണ്ടി ഒരെണ്ണം വാങ്ങുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരെണ്ണം വേണ്ടേ സാറേ? ജെയിംസിന് എവിടുന്നാ ഇത്രയും കാശൊക്കെ പെട്ടെന്നുണ്ടായത്? സാർ ഈ കൊച്ചു വണ്ടിയുമായി നടക്കുന്നതിന്റെ ഈഗയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ തമ്മിൽ ഗ്രേഡിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അത് വച്ച് ഒരാളുടെ സാമ്പത്തിക നില നിശ്ചയിക്കാൻ പറ്റുമോ സാറേ? ആ, ജെയിംസിന്റെ സംസാരത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാനിപ്പോ സാറിന്റെ ഡ്രൈവറല്ല എന്ന് വെച്ച് സാറിനോടുള്ള ബഹുമാനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ആ, പിന്നെ സാറ് വിളിച്ച കാര്യം പറ. കുഞ്ഞിന്റെ അമ്മ അർച്ചനയാണെന്നുള്ള സത്യം താൻ സുധിയോട് പറഞ്ഞു. അതിന്റെ തിളക്കമാണ് താൻ ഈ കാണിക്കുന്ന ആർഭാടം. സാറിപ്പോ പറഞ്ഞതിന് മറുപടി പറയാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. ഞാനൊരു ഡ്രൈവറാണെന്ന് കരുതി
ഇത്രയ്ക്കങ്ങ് തരം താഴ്ത്തരുത്. ഈ ജോലി വേണ്ടെന്ന് വെച്ചാ എനിക്ക് ആരുടെ മുന്നിലും സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യവുമില്ല. സുധി സാറ് എൻ്റെ അടുത്ത് വന്നത് ശരിയാ, ഒന്നല്ല പലവട്ടം. അപ്പോഴൊന്നും കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് ഞാൻ പറയാൻ പോയിട്ടില്ല. ഒടുവിൽ സുധി സാറ് വന്നത് എല്ലാം അറിഞ്ഞു വെച്ച് തന്നെയാ. കുഞ്ഞിന്റെ അമ്മ അർച്ചനയല്ലേന്ന് എന്നോട് ചോദിച്ചു. പിന്നെ എന്ത് മറയ്ക്കാനുള്ളത്? അതെന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അതും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കാശ് വാങ്ങിച്ചു എന്നൊരു തോന്നൽ സാറിനുണ്ടെങ്കിൽ അത് തെറ്റാ. ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഒരു കാര്യം സാധിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ജെയിംസ് ഇനി എന്തൊക്കെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞാലും അതൊന്നും എൻ്റെ അടുത്ത് വില പോവില്ല. താനിപ്പോൾ പറഞ്ഞു കൊടുത്തില്ലേ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ പേര്. അതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയാമോ? എന്ത് ഭവിഷ്യത്തുണ്ടാവാനാ സാറേ? കുഞ്ഞിന്റെ അമ്മയ്ക്കൊരു പേരുണ്ടാവാതിരിക്കോ? എന്നാ താൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. തന്നോടിത് പറയരുതെന്ന് പലവട്ടം പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അർച്ചനയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് തനിക്കറിയാമോ? ആരാ? ആ കുഞ്ഞിന്റെ അച്ഛൻ സുധിയ, SP വിശ്വനാഥൻ സാറിന്റെ മകൻ. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നു സുധി. ഒടുവിൽ താൻ തന്നെ ആ സത്യം പറഞ്ഞു കൊടുത്തു. എങ്കിൽ എന്തുകൊണ്ട് സാർ അത് നേരത്തെ പറഞ്ഞില്ല? എന്നെ നിന്ന് പലതും ഒളിച്ചു വയ്ക്കാൻ സാറ് ശ്രമിച്ചു. അതിന് എന്നെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? വിശ്വനാഥൻ സാറിന്റെ കുടുംബത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഇനി ഇതിനെ ചൊല്ലിയൊരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കിട്ടിയിട്ടില്ലെന്ന് വേണം താൻ ചോദിക്കുന്നവരോടൊക്കെ പറയാം. ആരെന്ത് ചോദിച്ചാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലെന്നേ ഞാൻ പറയൂ. സംഭവിച്ചത് എന്താണെന്നുള്ള സത്യം പറഞ്ഞാൽ താൻ കുടുങ്ങും. വിശ്വനാഥൻ സാറ് പിന്നെ തന്നെ ജീവനോടെ വച്ചിരിക്കുന്നു കരുതണ്ട. എനിക്ക് തന്നോട് പറയാനുള്ളത് ഇതാണ് ജെയിംസ്. എന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുമില്ല, ഞാൻ ആ കുഞ്ഞിനെ സുധിക്ക് കൈമാറിയിട്ടുമില്ല. താനെങ്ങാനും മറിച്ച് പറഞ്ഞ അതിന്റെ ഉത്തരവാദിത്വം താൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഹലോ, അർച്ചന എവിടെ എത്തി? സുധി, ഞാനിപ്പോൾ എത്തും. ഞാനിവിടെ ബീച്ചിലുണ്ട്. അർച്ചന ഇവിടെ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണം. ശരി. ആലിസേ, ആലിസെന്താ ഇവിടെ നിൽക്കുന്നേ? അത് പിന്നെ ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ. തിരിച്ചു പോകാൻ ഒരു ഓട്ടോ കാത്ത് നിന്നതാ. ആലിസ് വാ, ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട മാഡം, ഞാൻ പൊയ്ക്കോളാം. ആലിസിന് ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. വന്ന് വണ്ടി കയറ് വാ. അല്ല മാഡം, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ആലിസ് ഹോസ്റ്റലിലേക്കല്ലേ? അവിടെ ചെന്നിട്ട് എന്ത് തിരക്കാ ഉള്ളത്? നമ്മൾ കണ്ടിട്ട് കുറെ കാലമായില്ലേ. ഇന്ന് കുറച്ചു നേരം ആലിസ് എൻ്റെ കൂടെ ചെലവഴിക്കണം. ഞാനും വീട്ടിലേക്ക് പോകുന്ന വഴിയാ. അത് വാടോ, നോക്ക്, നമുക്ക് കുറച്ചേരം സംസാരിച്ചിട്ട് ഒരു കാപ്പി കുടിച്ചിട്ടൊക്കെ പോവാം. തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെയും കുറച്ച് നിമിഷങ്ങളൊക്കെ വേണ്ടേ? അത് പിന്നെ എന്റെ റൂംമേറ്റ് ടൗണിൽ കാത്തു നിൽക്കുക. അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. എന്ത് പറഞ്ഞാലും ആലിസിനെ ഞാൻ വിടത്തില്ല. കൂട്ടുകാരിയോട് അരമണിക്കൂർ കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞാൽ പോരെ? ആലിസിനെ ഞാൻ അവിടെ കൊണ്ടുവിടാം, പോരെ? ഇനി ആലോചിക്കാനൊന്നുമില്ല. ആലിസ് വന്നേ, വാടോ. അത് പിന്നെ മാഡം വാ, ആലിസ്.
മാഡം ഇങ്ങോട്ടാ വരുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. കുറച്ച് സമയം ചെലവഴിക്കാൻ ഏറ്റവും മനോഹരമായ സ്ഥലം ബീച്ചല്ലേ ആലിസെ. മനസ്സിന് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാനിവിടെ വരാറുണ്ട്. ആലിസ് വാ. മനസ്സിലുള്ള വേദനകളൊക്കെ കടൽ മായ്ച്ചു കളയും. ആഹ്ലാദമാണെങ്കിൽ ആകാശത്തോളം ഉയർത്തും. അതാ എനിക്ക് എന്നും കടല്. ഈ തീരത്ത് വെച്ച ഞാൻ സുധി ആദ്യമായിട്ട് കാണുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായതും ഈ തീരത്ത് വെച്ച്. നമ്മൾ ഒന്നിച്ച് കുറെ കാലം ഒരു വീട്ടിൽ താമസിച്ചിട്ടും ഞാൻ ആലീസിനോട് പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. എന്നെയും ഒരാഴ്ച തികയാത്ത കുഞ്ഞിനെയും മൂന്നാറിൽ തനിച്ചാക്കി സുധി സിംഗപ്പൂരിലേക്ക് പോയി. തിരക്ക് പിടിച്ച സുധി എന്തിനാ അത് ചെയ്തതെന്ന് അന്ന് ആലീസ് പോലും സംശയിച്ചു. പക്ഷെ അന്ന് ആലീസിനോടൊന്നും ഞാൻ പറഞ്ഞില്ല. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളാണെന്ന് ചിലപ്പോൾ ആലീസിന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ സത്യം അതായിരുന്നില്ല. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളാണെന്ന് ചിലപ്പോൾ ആലീസിന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ സത്യം അതായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് സുധിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അർച്ചന എന്നായിരുന്നു അവളുടെ പേര്. സുധിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവള്. സുധിക്ക് അതൊരു നഷ്ടപ്രണയമായിരുന്നു. എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത്. ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചെങ്കിലും സുധിയുടെ മനസ്സിൽ അർച്ചന അണയാത്ത കനലായി കിടന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്ന വിശ്വാസത്തിലായിരുന്നു സുധി. ഞാൻ ഈ പറയുന്നൊന്നും ആലിസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാഡം. അല്ല, ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായത്? വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവായിരുന്നു. അതിനിടയ്ക്കാ അർച്ചനയ്ക്ക് ജോലി കിട്ടുന്നതും അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് സുധി മനസ്സിലാക്കുന്നതും. അവിടെ മുതൽ സുധിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഞാൻ അറിഞ്ഞൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അവർ രണ്ടുപേരും ഒരു ബാങ്കിലാണെന്ന്. ആലിസിന് ഇതൊരു ഞെട്ടലായല്ലേ? ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. സുധി ഇപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. സുധി ഡിവോഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഞാനിപ്പോ ഇങ്ങനൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഡിവോഴ്സ് വാങ്ങിയിട്ട് സുധി സാർ എന്ത് ചെയ്യാനാ പോകുന്നത്? അവര് തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് മാഡം കരുതുന്നുണ്ടോ? ഇതിനിടയിൽ പലതവണ ഞാൻ അർച്ചനയെ കണ്ടിട്ടുണ്ട്. സുധിയുമായ ഒരു ജീവിതത്തിന് അവൾ തയ്യാറല്ലെന്നാ പറഞ്ഞത്. പിന്നെ എന്തിന് മാഡം ടെൻഷൻ ആവണം? മാഡം ഡിവോഴ്സിന് ഒരിക്കലും തയ്യാറാവരുത്. ഒരാൾ മാത്രം വിചാരിച്ചാ ഡിവോഴ്സ് നടക്കില്ലല്ലോ. ഇനി എനിക്കതിന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനും മടുത്തു. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പുരുഷനോടൊപ്പം എങ്ങനെ ജീവിക്കാനാ? അങ്ങനൊരു ജീവിതം കൊണ്ട് എന്ത് നേട്ടം എനിക്കുള്ളത്? സുധിക്ക് സ്വന്തം കുഞ്ഞിനെ പോലും ഇപ്പൊ വേണ്ട. പക്ഷേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ എൻ്റെ കുഞ്ഞു മാത്രം മതി. മാഡവും പിരിയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അധികം വൈകാതെ ഞാനും സുധിയും തമ്മിൽ പിരിയും.
ആലിസിനോട് കുറച്ചേരം സംസാരിച്ചപ്പോൾ എന്താണെന്നറിയില്ല മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. വാ നമുക്ക് കുറച്ചുകൂരം നടക്കാം.